Hi my dear friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് IAS, IPS തുടങ്ങിയ ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഇൻഡിവിജ്വൽ മെന്റർ സഹായത്തോടെ എങ്ങനെ അവരുടെ ലക്ഷ്യം നേടാമെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ അതിൽ നമ്മുടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്താണ് അത്, എങ്ങനെയാണ് നമ്മുടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം നടക്കുന്നത്, അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ മെന്റർ നമ്മുടെ സിവിൽ സർവീസ് നേടുന്നതിൽ ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇതേ കൂടെ തന്നെ നമ്മുടെ ഒരു PCA പ്രോഗ്രാം നടക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ഫീസിൽ UPSC പഠിക്കാൻ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്, പ്രിലിംസ് കം മെയിൻസ് എന്ന് പറയും. അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. UPSC, KS തുടങ്ങിയ എക്സാം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫ്രീ മെറ്റീരിയൽസ്, ടെസ്റ്റുകൾ, മറ്റുള്ള പുസ്തകങ്ങൾ എല്ലാം, പിന്നെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനുള്ള എല്ലാം പ്ലാറ്റ്ഫോമായി അടങ്ങിയിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താല്പര്യമുള്ള ആൾക്ക് എന്ത് ചെയ്യാം, അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോ നമുക്കറിയാം UPSC, KS കൊടുത്ത ഒരു വലിയ എക്സാം നേടുമ്പോൾ പലപ്പോഴും പല വിദ്യാർത്ഥികൾക്കും പറ്റുന്ന ഒരു സംഗതിയാണ്, അവർ പലപ്പോഴും പല കാര്യങ്ങളും പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ എക്സാമിനായാലും പലപ്പോഴും അവർക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള എന്ത് ചെയ്യുന്നില്ല, മാർക്ക് നേടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അവർ പറയുന്ന പരാതിയാണ്, ഞങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പുസ്തകങ്ങൾ നന്നായിട്ട് വായിക്കുന്നുണ്ട്, അപ്പൊ അത്തരത്തിൽ പഠിച്ചിട്ട് പോലും നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് പോലും അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് പോലും ലക്ഷ്യം നേടാൻ പറ്റാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന വ്യക്തമായ ട്രാക്കിലൂടെ ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പം അവിടെയാണ് ഒരു മെന്റർ സഹായം നിങ്ങൾക്ക് നിർബന്ധമായിട്ട് വരുന്നത്. നിങ്ങൾ എല്ലാ സമയത്തും പഠിക്കുന്നത്, അപ്പൊ ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, പല സ്ഥലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, ഓഫ്ലൈനായിട്ട് ഓൺലൈനായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, നമ്മുടെ തന്നെ PCM പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, എസ്പെഷ്യലി സെൽഫായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇത്തരം ആളുകൾക്കൊക്കെ ഒരു മെന്റർ ആവശ്യമാണ്. കാരണം അത് നമ്മൾ ഓരോ സമയത്ത് പഠിക്കുമ്പോൾ നമ്മൾ വ്യക്തമായ ട്രാക്കിലൂടെയാണോ പോകുന്നത് എന്നത് ഉറപ്പുവരുത്താൻ ഒരു മെന്റർ നമുക്ക് നിർബന്ധമായിട്ടും ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആൻസർ റൈറ്റിംഗ്, മറ്റുള്ള കാര്യങ്ങൾ, നമ്മുടെ എപ്പോഴും പഠനം ചെക്ക് ചെയ്യാന്, പ്രോഗ്രസ് ചെക്ക് ചെയ്യാന്, ഇതൊക്കെ മോണിറ്ററിങ് ചെയ്തുകൊണ്ട്, ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് വ്യക്തമായ ഒരു ഫീഡ്ബാക്ക് നമുക്ക് നിരന്തരമായിട്ട് കിട്ടിയാലേ നമുക്ക് നമ്മളെ തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ, ഒരു ഇൻഡിവിജ്വൽ മെന്റർ സഹായം നിർബന്ധമായിട്ട് ആവശ്യമായിട്ട് വരികയാണ്. ഒരു ഇൻഡിവിജ്വൽ മെന്റർ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മളെപ്പോഴും സിലബസ് ഡിവേറ്റ് ചെയ്ത് പോകുമ്പോഴോ, UPSC ആ ഒരു ലക്ഷ്യത്തിൽ ഡിവേറ്റ് ചെയ്ത് പോകുമ്പോഴോ, നമ്മൾ എനർജി വീക്ക് ആകുമ്പോഴോ, മോട്ടിവേഷൻ നഷ്ടപ്പെടുമ്പോഴോ, അതൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് നമ്മുടെ മെന്റർ ഉണ്ടാവുന്നതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയും. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ജസ്റ്റ് പറയാം, എന്താണ് അതിന്റെ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ഇതാണ് നമ്മുടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്ന സ്ലൈഡ് കാണിക്കുന്നുണ്ട് ഞാൻ. അപ്പൊ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ ഒരു വർഷത്തെ പ്രോഗ്രാമാണിത്. നിങ്ങൾക്ക് നെക്സ്റ്റ് പ്രിലിംസും മെയിൻസും കഴിയുന്നത് വരെയുള്ള പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ്. IAS, KS തുടങ്ങിയ എക്സാമുകൾക്ക് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയൊക്കെ ഫോക്കസ് ചെയ്തുള്ള പ്രോഗ്രാമാണ്. അപ്പൊ അത് നേരിട്ട് ഞാനാണ് മെന്റർഷിപ്പ് തരുന്നത്. ഒരുവിധം കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യാൻ മെന്റർഷിപ്പ് നേരിട്ട് തരുന്നത് ഞാൻ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ് സിലബസ്, ഒരു കംപ്ലീറ്റ് മെന്റർ ആൻഡ് മോട്ടിവേറ്റർ ആയിരിക്കും. നമ്മൾ ഒരു കംപ്ലീറ്റ് നിങ്ങൾക്ക് എക്സാം എഴുതുന്നത് വരെയുള്ള ഒരു വർഷത്തെ സ്ട്രാറ്റജി നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് മന്ത്ലി സ്ട്രാറ്റജി ആക്കി മാറ്റും. ആ മന്ത്ലി സ്ട്രാറ്റജി വീക്ക്ലി പ്ലാനിങ് ആക്കി തരും. ആ വീക്ക്ലി പ്ലാനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് GS സബ്ജക്റ്റുകൾ വരുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, NCERT വരുന്നുണ്ട്. കറണ്ട് അഫയേഴ്സിന്റെ കൂടെ MCQ ചെയ്തു പോകുന്ന രീതിയിലാണ്. NCERTയുടെ കൂടെ ഇപ്പൊ ആൻസർ റൈറ്റിംഗ് ആണ്. NCERTയുടെ ആൻസർ റൈറ്റിംഗ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് GSന്റെ ആൻസർ റൈറ്റിംഗ് ആയിരിക്കും. ഓക്കെ, സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഓപ്ഷൻ സബ്ജക്റ്റിന്റെ വ്യക്തമായ ഗൈഡൻസ്, ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കൊണ്ട് ഒരു വീക്കിലോട്ട് നിങ്ങൾക്ക് ഒരു എന്ത് ചെയ്യും, ഒരു പ്ലാനിങ് ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് പഠിക്കണം. അത് നമ്മളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാം, സ്വന്തമായിട്ട് പഠിക്കാം, എങ്ങനെ പഠിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വീക്കിലി നിങ്ങൾക്ക് ഒരു 1-to-1 മെന്ററിംഗ് ഉണ്ടാവും. ആ 1-to-1 മെന്ററിംഗിൽ നിങ്ങൾ ആ വീക്കിലി പഠിച്ച GS സബ്ജക്ട് കംപ്ലീറ്റ് ചെക്ക് ചെയ്യും, അതിന് ഡൗട്ട് ക്ലിയർ ചെയ്യും, ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഞാൻ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയ ചോദിക്കുന്നു മുൻകൂട്ടി പറയും. പ്ലസ് അതിനെ കൂടെ കറണ്ട് അഫയേഴ്സ്, ഒരു വീക്കിലി നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ചെക്ക് ചെയ്യും. അതിനെ കൂടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് MCQ ചെയ്ത് പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ NCERT നമ്മൾ നോക്കും. NCERT ഒരു വീക്കിലോട്ട് ഒരു 3 മാസം കൊണ്ട് കംപ്ലീറ്റ് NCERT കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മളൊരു സ്ട്രാറ്റജി ഉള്ളത്. ആ സ്ട്രാറ്റജി പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ഉദാഹരണത്തിന് 6th ജോഗ്രഫി ആണെങ്കിൽ 6th ജോഗ്രഫി നിങ്ങൾ ചെയ്യണം, ഫസ്റ്റ് റീഡിംഗ് ചെയ്യണം, സെക്കൻഡ് റീഡിംഗ് ചെയ്യണം, തേർഡ് റീഡിംഗ് ചെയ്യണം. ഓക്കെ, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് ആണുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് എന്ത് നോട്ട് ഉണ്ടാക്കണം, അതും ടിക്കറ്റ് ഇടണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അതിന്റെ ടെസ്റ്റ് ചെയ്യണം. ഈ രീതിയിലാണ് ഓരോ അപ്പൊ നിങ്ങൾ ആ ഒരു 3 റീഡിംഗ് ചെയ്യുന്ന നോട്ട് ഉണ്ടാക്കി എന്നെ അറിയിക്കുമ്പോൾ ക്വസ്റ്റ്യൻ കിട്ടും. എന്നിട്ട് ടെസ്റ്റ് ചെയ്യണം. ആ ടെസ്റ്റിന് ഇൻഡിവിജ്വൽ ഫീഡ്ബാക്ക് നമ്മുടെ 1-to-1 മെന്ററിംഗിൽ കിട്ടും. ഓക്കെ, അതേ രീതിയിൽ കംപ്ലീറ്റ് NCERT വിത്ത് നോട്ട് മേക്കിങ്ങോട് കൂടി കവർ ചെയ്യുന്നുണ്ട് NCERT പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഓപ്ഷൻ സബ്ജക്ട്, നിങ്ങൾ ഓപ്ഷൻ സെലക്ഷൻ മുതൽ നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, എങ്ങനെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം, നിങ്ങൾ ഏത് ഓപ്ഷൻ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടുള്ള ഓപ്ഷൻ ഏതാണ്, ഒക്കെ അതിന്റെ ഭാഗം നമ്മൾ തീരുമാനിക്കും. എന്നിട്ട് ഓപ്ഷൻ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് പറയും. ഓക്കെ, നമ്മുടെ മൊത്തത്തിലുള്ള
ഒരു വർഷത്തെ സ്ട്രാറ്റജി നമ്മൾ 3 ഘട്ടമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ മുതൽ ഫോക്കസ് ചെയ്യുന്ന ഒന്നാം ഘട്ടം ഒരു 4 മാസം വരുന്നത്, രണ്ടാം ഘട്ടം 5 മാസം മെയിൻസിനെ ഫോക്കസ് ചെയ്യുന്നത്, മൂന്നാം ഘട്ടം ഒരു 4 മാസം പ്രിലിംസിനെ ഫോക്കസ് ചെയ്യുന്നതാണ്. ആ ഒരു വ്യക്തമായ സ്ട്രാറ്റജി പ്ലാനിങ് വെച്ചുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന ഒരു പ്രോഗ്രാം ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം. നിങ്ങൾ എല്ലാ സമയത്തും നിങ്ങളുടെ പഠനം ചെക്ക് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും മോണിറ്ററിംഗ് ചെയ്ത് ആവശ്യമായ ഫീഡ്ബാക്ക് നിർദ്ദേശങ്ങൾ തരാനും അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കാനും നിങ്ങൾക്ക് എപ്പോഴും മെന്ററുടെ സഹായം ഉണ്ടാവും. ഏത് സമയത്തും നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റും. മെറ്റീരിയൽ എല്ലാം അതിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീക്കിലി 1-to-1 മെന്ററിംഗ് ഉണ്ട്, റിവിഷൻ ക്ലാസ്സുകളുണ്ട്, കറണ്ട് അഫയേഴ്സ് റിവിഷൻ ക്ലാസ്സുകളുണ്ട്. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും കൂടി ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മുടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയും. അപ്പൊ അതിൽ ആർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ ഇനിയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം താല്പര്യമുണ്ടെങ്കിലോ ഇവിടെ നമ്പറുമായിട്ട് ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം, സബ്ജക്റ്റുകൾ തന്നെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഒരു പ്രോഗ്രാം ഉണ്ട് PCM എന്ന് പറയും, പ്രിലിംസ് കം മെയിൻസ്. കംപ്ലീറ്റ് സബ്ജക്റ്റ് സൂമിലൂടെ എല്ലാ സബ്ജക്റ്റും വിത്ത് മെറ്റീരിയൽ, വിത്ത് ആൻസർ റൈറ്റിംഗ്, ഡെയിലി ടെസ്റ്റ്, അതുപോലെ തന്നെ പ്ലസ് റെക്കോർഡ് വീഡിയോസ്. ക്ലാസ് ഇന്ററാക്റ്റീവ് ക്ലാസ് കൂടാതെ റെക്കോർഡ് വീഡിയോസും കൂടി കിട്ടുന്ന പ്രോഗ്രാമാണ്. കാരണം നിങ്ങൾക്ക് എത്ര വർഷം വരെ വേണമെങ്കിലും റിവിഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതിയിൽ റെക്കോർഡ് വീഡിയോസും കൂടി കവർ ചെയ്യുന്ന പ്രിലിംസിനെയും മെയിൻസിനെയും ഇന്റർവ്യൂവിനെയും കവർ ചെയ്യുന്ന പ്രോഗ്രാമാണ് PCM, പ്രിലിംസ് കം മെയിൻസ്. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഓഫർ പ്രൈസിൽ ഇപ്പം നിങ്ങൾക്ക് അത് ഇട്ടിട്ടുണ്ട്. വെറും 10,000 rupees നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ PCM ക്ലാസ് കംപ്ലീറ്റ് സിലബസ് പഠിച്ചു തീർക്കാൻ പറ്റും. കുറഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, അതിലേക്ക് ആ ഒരു ഓഫറിലുള്ളൂ. ഇനി കുറഞ്ഞ സീറ്റും കൂടെ അതിലേക്ക് ബാക്കിയുള്ളൂ. നമ്മൾ 50 സീറ്റ് വരുന്ന ഒരു ബാച്ച് ആയിരുന്നു ഈ ഒരു കുറഞ്ഞ ഫീസിൽ ചെയ്തിരുന്നത്. 45ഓളം സീറ്റായി. അപ്പൊ ആർക്കെങ്കിലും ആ ഫീസിൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക, ഇവരുടെ നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട 2 പ്രോഗ്രാം, PCM അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം. ഇത് കൂടാതെ ഓപ്ഷൻ സബ്ജക്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ CSATന് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് നടക്കുന്നുണ്ട്. ആൻസർ റൈറ്റിംഗ് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് നടക്കുന്നുണ്ട്. ഓക്കെ. ഇത്തരത്തിൽ എല്ലാ ക്ലാസ്സുകളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രാമുകൾ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ കൂടുതലായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇതാണ് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു ഇൻഡിവിജ്വൽ മെന്ററെ ആവശ്യമായിട്ട് വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്, എന്തുകൊണ്ട് നമുക്കൊരു ഇൻഡിവിജ്വൽ മെന്ററെ വേണം, പഠിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് പഠിച്ചാൽ പോരെ എന്ന് പലർക്കും തോന്നലുണ്ടാവും. ഒന്നാമത്തെ അറിയുന്നത്, നമുക്ക് എല്ലാ സമയത്തും നമ്മളെന്താണ് വ്യക്തമായ ട്രാക്കിലാണോ നമ്മൾ പഠനം പോകുന്നതെന്ന് ഉറപ്പുവരുത്താൻ എന്താണ് ഒരു ഇൻഡിവിജ്വൽ സഹായം നമുക്ക് എപ്പോഴും അനിവാര്യമാണ്, നല്ലതാണ്. നമ്മൾ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യാനും ചെക്ക് ചെയ്യാനും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, നമുക്ക് അത് ചെക്ക് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് ആവശ്യമായ ഫീഡ്ബാക്ക് തന്നുകൊണ്ട് നമുക്ക് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ അതിന്റെ ഭാഗമായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, ഡിമോട്ടിവേറ്റ് ആകുമ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മൾ എനർജി വീക്ക് ആവുന്നതാണ് സപ്പോർട്ട് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കംപ്ലീറ്റ് മെന്റർ ആയിട്ട് നമ്മുടെ കൂടെ ആളുണ്ടായിരിക്കുന്നതാണ്. നാലാമതായിട്ട് നമുക്ക് എന്താണ് UPSC സ്വപ്നത്തിലേക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ എത്താൻ പറ്റും. കാരണം നമ്മളുടെ അവർ ഓൾറെഡി മെന്റർ എന്ന് പറഞ്ഞ UPSC ഇന്റർവ്യൂവിലും കാര്യങ്ങളൊക്കെ എത്തിയ ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ തന്നെ ചെയ്ത മിസ്റ്റേക്സുകൾ നിങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കാരണം അവർ ചില ഏരിയയിലൂടെ നമ്മൾ പോയി കഴിയുമ്പോൾ മിസ്റ്റേക്സ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും മെന്റർക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തമായ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പഠിക്കുന്ന സമയത്ത് പല ഡൗട്ട്സുകളും പഠനത്തിന്റെ ഭാഗമായിട്ടും UPSCയെ കുറിച്ചുള്ള ജനറൽ ഡൗട്ട്സുകളൊക്കെ ഉണ്ടാവും. അത് തെറ്റായ രീതിയിലാണ് നമ്മളത് മനസ്സിലാക്കുന്നതെങ്കിൽ അത് വീണ്ടും നമ്മൾ പഠനത്തെ ബാധിക്കും. അതേ സമയത്ത് ഒരു വ്യക്തമായ മെന്റർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സുകൾ അത് സമയത്ത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാനും മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ നിങ്ങൾ വളരെ സ്മാർട്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാനിങ് ഉണ്ടാക്കി ഒരു പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജി, വ്യക്തമായ ഒരു പ്ലാനിങ് സ്ട്രാറ്റജി ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനും സാധിക്കും. ഇത്തരത്തിൽ ധാരാളം ഗുണങ്ങളുള്ള ഒരു സംഗതിയാണ് ഒരു ഇൻഡിവിജ്വൽ മെന്റർ ഉണ്ടാവാൻ എന്നുള്ളത്. മെന്ററായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. ഓൾറെഡി സർവീസ് കിട്ടിയ ആളുകളെ മെന്ററാക്കി ഉപയോഗപ്പെടുത്താം. അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, സിവിൽ സർവീസ് ഇന്റർവ്യൂ ഒക്കെ എത്തിയ ആളുകളെ മെന്ററാക്കി എടുക്കാം. അല്ലെങ്കിൽ സിവിൽ സർവീസ് പഠിപ്പിക്കുന്ന ആളുകളെ മെന്ററാക്കി എടുക്കാം. ഇത്തരം ആളുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പൊതുവെ മെന്ററായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. മെന്റർ എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഏത് വിജയിച്ചവരുടെ പിന്നിൽ നോക്കുകയാണെങ്കിലും ഒരു മെന്ററുടെ സഹായം നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഗൈഡിന്റെ സഹായം, ഒരു കോച്ചിന്റെ സഹായം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അത്തരത്തിലൊരു കോച്ച് ആവുന്ന, ഒരു മെന്റർ ആവുന്ന, ഒരു ഗൈഡ് ആവുന്ന ആളായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ സേവനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ, അതിൽ ജോയിൻ ചെയ്യാനും നിങ്ങൾ ഇവരുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ള UPSC ആസ്പിരൻസിനും നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും